ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖമല്ല എല്ലാവർക്കും? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2022 ഇറങ്ങിയ പ്രേ എന്ന സിനിമയുടെ കഥയാണ്. പ്രിഡേറ്റർ ഫിലിം ഫ്രാഞ്ചൈസിൽ ഉൾപ്പെട്ട സിനിമയാണിത്. ഇപ്പൊ ഇറങ്ങിയ എല്ലാ സിനിമകളുടെയും പ്രീക്കലാണിത്. അതായത് ഈ സിനിമയിലാണ് ആദ്യമായിട്ട് പ്രിഡേറ്റർ ഭൂമിയിൽ വരുന്ന കാണിക്കുന്നത്. പ്രിഡേറ്റർ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, അതിലേറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആക്ഷൻ സീക്വൻസിനാണ്. അതേപോലെ തന്നെ ഈ സിനിമയിലും അതിനൊരു കുറവും വരുത്തിയിട്ടില്ല. അല്ല, കിണ്ണം കാച്ചിയ ആക്ഷൻ സീൻസ് ഈ സിനിമയിലുണ്ട്. അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കൂ. പ്രിഡേറ്റർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം. വർഷം 1719. അന്ന് ഭൂമിയിൽ കൊമാൻചെ എന്ന പേരുള്ള ഒരു ഗോത്രവർഗ്ഗക്കാർ താമസിച്ചിരുന്നു. അവർ ബാക്കിയുള്ള എല്ലാ മനുഷ്യരിൽ നിന്നൊക്കെ മാറിയിട്ട് പലയിടങ്ങളിലായിട്ടാണ് ജീവിച്ചു പോന്നിരുന്നത്. അതായത് അവർ താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവർ കൂട്ടത്തോടെ അവിടുന്ന് പലായനം ചെയ്യും. ആ ഒരു ഗോത്രവർഗത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് നാറു. ഇവൾക്ക് ഇവളുടെ വിശ്വസ്തനായ ഒരു വേട്ടപ്പട്ടിയുണ്ട്. ഇതിന്റെ പേര് സെറി എന്നാണ്. അവൾ എവിടെ പോയാലും ഈ സെറിയും അവളുടെ കൂടെ കാണും. അങ്ങനെ ഇന്നത്തെ ദിവസം നേരം വെളുത്തപ്പോ തന്നെ അവൾ എഴുന്നേറ്റു. എല്ലാ ദിവസവും ഇത് അവളുടെ ഒരു ശീലമാണ്. സാധാരണ ഈ ഗോത്രവർഗത്തിലെ പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കലാണ് പതിവ്. ആണുങ്ങളാണ് ഈ വേട്ടയാടാനൊക്കെ പോകുന്നത്. അവരുടെ ആ ടീമിന്റെ ഇടയിൽ ഒരു പറച്ചിൽ തന്നെയുണ്ട്, പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടവരാണെന്ന്. എന്നാൽ ഈ നാറു അങ്ങനെയല്ല. ഈ നാറുവിന് ഒരു ചേട്ടനുണ്ട്. അവന്റെ പേര് ടാബെ എന്നാണ്. അവൻ മികച്ചൊരു വേട്ടക്കാരനാണ്. ഇവക്കും അവനെപ്പോലൊരു വേട്ടക്കാരനാവണം എന്നാണ് ആഗ്രഹം. എന്നാൽ അവൾ ചുമ്മാ അങ്ങോട്ട് ആഗ്രഹിക്കല്ല, അതിനുവേണ്ടി അവൾ കഠിന പ്രയത്നവും നടത്താറുണ്ട്. ഇന്നിപ്പോ രാവിലെ തന്നെ അവിടുത്തെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് അവൾ ചില ചെടികളൊക്കെ ശേഖരിക്കാൻ തുടങ്ങി. ഇവക്ക് മറ്റൊരു കഴിവും കൂടെയുണ്ട്. ഇവളുടെ അമ്മയ്ക്ക് ഈ വൈദ്യപ്പണിയൊക്കെ നന്നായിട്ട് അറിയാം. അതൊക്കെ അമ്മ ഇവളെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ വലുതായി കഴിഞ്ഞപ്പം അവൾ ആ കാര്യത്തിൽ എക്സ്പേർട്ടാണ്. അതായത് മരുന്ന് ചെടി കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ ഇന്ന് അങ്ങനെയുള്ള ചില മരുന്ന് ചെടികളാണ് അവൾ അവിടെ നിന്നിട്ട് കളക്ട് ചെയ്യുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് അവൾ ട്രെയിനിങ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഉൾക്കാട്ടിലേക്കാണ് അവൾ പോകുന്നത്. കാരണം ഈ പെണ്ണുങ്ങളൊന്നും അങ്ങനെ ട്രെയിൻ ചെയ്യാറില്ല. അതുകൊണ്ട് ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഉൾക്കാട്ടിലേക്ക് പോയത്. അവളുടെ കയ്യിൽ ഒരു മഴവുണ്ട്. ഇവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും തന്നെ ഇതുപോലത്തെ മഴകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അമ്പും വില്ലും ഉണ്ട്. ഇപ്പൊ അവൾ ആ മഴ എടുത്തിട്ട് മരത്തിനെ ടാർഗറ്റ് ആക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണ എറിയുമ്പോഴും അവൾ വിചാരിക്കുന്ന മരത്തിൽ തന്നെ അത് കറക്റ്റായിട്ട് തറച്ചു കയറുന്നുണ്ട്. പക്ഷെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ എറിഞ്ഞു കഴിയുമ്പോഴും അവൾ തന്നെ ചെന്നിട്ട് ആ മഴ പറിച്ചെടുക്കണം. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ മാനിന്റെ കാൽപ്പാടുകൾ കാണുന്നത്. അവളും സെറിയും കൂടെ ആ കാൽപ്പാടും ഫോളോ ചെയ്തിട്ട് കുറച്ച് അപ്പുറത്തേക്ക് എത്തി. ഈ സമയം അവർക്ക് ആ മാനിനെ കാണാൻ പറ്റുന്നുണ്ട്. അതിനെ വേട്ടയാടാം എന്നാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അതിന് പറ്റിയൊരു തക്കം നോക്കിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആകാശത്തു നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത്. ഇടി വെട്ടുന്ന പോലെ ഒരു ശബ്ദം. അത് കേട്ടതും ആ മാനാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോയി. എന്നാൽ നാറു വിടുന്നില്ല. അവളും ആ മാന്റെ പുറകിൽ ഓടാൻ തുടങ്ങി. അവളുടെ കൂടെ സെറിയും ഉണ്ട്. സെറിയാണ് ഇപ്പൊ ആ മാനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ ഓടി ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അവൾ മഴ എറിഞ്ഞു. പക്ഷെ അവളുടെ നിർഭാഗ്യത്തിന് ആ മഴ ആ മാനിനെ കൊണ്ടില്ല. അത് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ അവൾ വേഗം ചെന്നിട്ട് ആ മഴ അവിടുന്ന് പറിച്ചെടുത്തു. ഈ സമയത്താണ് അവളുടെ നായയുടെ കരച്ചിൽ അവൾ കേൾക്കുന്നത്. അവളങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ നായ അവിടെയുള്ള ഒരു കെണിയിൽ കുടുങ്ങി കിടക്കുകയാണ്. അതിന്റെ വാലാണ് ആ കെണിയിൽ കുടുങ്ങിയിരിക്കുന്നത്. അവൾ വേഗം തന്നെ അതിന്റെ വാൽ അതിൽ നിന്ന് റിലീസ് ചെയ്തു. എന്നിട്ട് ചില പച്ചമരുന്നൊക്കെ അതിന്റെ മുറിവിൽ വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അവൾ ആ കെണി ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഇവരുടെ ഗോത്രത്തിലുള്ള ആരും തന്നെ ഇതുപോലത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് ആരാണ് ഇവിടെ കൊണ്ടുവച്ചത് എന്നാണ് അവൾ ചിന്തിക്കുന്നത്. ഈ സമയത്താണ് ആകാശത്ത് നിന്ന് വീണ്ടും ആ ശബ്ദം കേൾക്കുന്നത്, ഇടിവെട്ടുന്ന പോലെ. ഇത്തവണ അവൾ ആ ശബ്ദം എവിടെ നിന്നാണ് കേൾക്കുന്നത് എന്നറിയാൻ വേണ്ടി അവിടേക്ക് പോവാണ്. അങ്ങനെ അതിനെ ഫോളോ ചെയ്തിട്ട് അവളിപ്പോ ഒരു മലയുടെ മുകളിലേക്ക് എത്തി. അവിടെ നിന്ന് അവൾ നോക്കുമ്പോൾ ആകാശത്ത് ആ അത്ഭുതപ്പെടുന്ന കാഴ്ച അവൾ കണ്ടു. അതൊരു ചുവന്ന പ്രകാശമായിരുന്നു. മാത്രമല്ല അവിടുന്ന് മിന്നലെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ ഈ ഗോത്രവർഗത്തില് മിത്തോളജി പരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ആ കാഴ്ച കാണുമ്പോൾ അവൾ ചിന്തിക്കുന്നത് അതൊരു തണ്ടർബേർഡ് ആണെന്നാണ്. ഈ തണ്ടർബേർഡ് എന്ന് പറയുന്നത് പക്ഷിയെ പോലെ ഇരിക്കുന്ന ഒരു സ്പിരിറ്റ് ആണ്. അപ്പൊ അതിനെ കാണുമ്പോൾ അവൾ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ തനിക്ക് വേട്ടയ്ക്ക് ഇറങ്ങാനുള്ള സമയമായി എന്നതിന്റെ സിഗ്നലാണ് താനിപ്പോ കണ്ടിരിക്കുന്നത് എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തില് അത് തണ്ടർബേർഡ് അല്ല, അത് ആ പ്രിഡേറ്റേഴ്സിന്റെ ഡ്രോപ്പ് ഷിപ്പാണ്. ഈ ഒരു വാഹനത്തിലാണ് അവർ ഓരോരോ ഗ്രഹങ്ങളിലേക്കും പ്രിഡേറ്റേഴ്സിനെ ഇറക്കുന്നത്. പക്ഷെ അതിനൊരു സ്റ്റെൽത്ത് മോഡ് ഉള്ളത് കൊണ്ട് അത് എപ്പോഴും അദൃശ്യമായിരിക്കും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവൾ നേരെ അവളുടെ ചേട്ടന്റെ അടുത്തേക്കാണ് പോകുന്നത്, ടാബയുടെ അടുത്തേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവൻ മികച്ചൊരു വേട്ടക്കാരനാണ്. ഇവരുടെ ഇടയിൽ ഒരു ആചാരമുണ്ട്. ഏറ്റവും മികച്ച വേട്ട ചെയ്യുന്നതിനെ കത്തമ്മ എന്നാണ് പറയുന്നത്. അങ്ങനെ ആ കത്തമ്മയെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിൽ അയാൾക്കൊരു പ്രത്യേക പരിഗണന ലഭിക്കും. ഈ സമയം അവിടെ നിൽക്കുമ്പോൾ ടാബെ ആദ്യമായിട്ട് കത്തമ്മയ്ക്ക് പോയ കാര്യമൊക്കെ അവനിപ്പോൾ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ആ പറച്ചിലിനിടയിൽ അതിലൊരു പരുന്ത് പറന്നു പോകുന്നുണ്ട്. ഒരു മീനിനെയും തൂക്കിയെടുത്തിട്ടാണ് അത് അതിൽ പറക്കുന്നത്. ഉടനെ തന്നെ ടാബ് അതിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താണ്. അങ്ങനെ അവൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇന്ന് അവൾ കണ്ട ആ തണ്ടർബേർഡിനെ കുറിച്ച് അവളിപ്പോൾ ടാബയുടെ അടുത്തും പറഞ്ഞു. ഞാൻ ഇന്ന് തണ്ടർബേർഡിനെ കണ്ടു. അതിന്റെ അർത്ഥം ഞാനും കത്തമ്മയ്ക്ക് തയ്യാറായിന്നല്ലേ, ഞാൻ അതിന് ഒരുങ്ങാൻ പോവാണ് എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നാറുപ്പ് മീനുമായിട്ട് അവളുടെ കുടിലേക്ക് എത്തി. ഇപ്പൊ അവൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവളുടെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്.
അവരൊരു പച്ചമരുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വാർ ചീഫ് ഉണ്ട്, അയാൾക്കൊരു അപകടം പറ്റി, മോശം കണ്ടീഷനാണ്. ആ വാർ ചീഫിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ആ മരുന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ സമയം അവിടേക്ക് ഇരുന്നതിന് ശേഷം നാറു അവളുടെ കയ്യിലെ ആ മീൻ മുറിച്ചു. എന്നിട്ട് ഒരു കഷ്ണം എടുത്തിട്ട് സെറിക്ക് കൊടുക്കുകയും ചെയ്തു. അവനാണെങ്കിൽ അത് കിട്ടിയതും ആ മീനിനെയും കൊണ്ട് വെളിയിലേക്ക് പോയി. അങ്ങനെ ആ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം അവളിപ്പം അവളുടെ മഴു ഇങ്ങനെ മൂർച്ച കൂട്ടാണ്. അത് കാണുമ്പോൾ അവളുടെ അമ്മ ചോദിക്കുന്നത്, നീ എന്താ നാറു ഇങ്ങനെ, നിനക്ക് എന്തുമാത്രം കഴിവുകളുണ്ട്, എന്നിട്ടും നീ എന്തിനാണ് ഈ വേട്ടയാടാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അവരുടെ ചോദ്യം. അതേക്കുന്ന നാറു പറയുന്നത്, നിങ്ങളെല്ലാവർക്കും ഒരു ചിന്തയുണ്ട്, എനിക്ക് വേട്ടയാടാൻ പറ്റത്തില്ല എന്ന്, അതെനിക്ക് തെളിയിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം എന്നാണ് അവൾ പറയുന്നത്. ഈ സമയത്താണ് ടാബ് അങ്ങോട്ട് വരുന്നത്. അവനൊരു വലിയ പക്ഷിയും പിടിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ അവൻ്റെ അമ്മയ്ക്ക് ശരിക്കും സന്തോഷമായി. ഈ സമയം അവളുടെ അമ്മ നാറുവിൻ്റെ അടുത്ത് പറയുന്നത്, അവരിപ്പോൾ ഉണ്ടാക്കുന്ന പച്ചമരുന്നുണ്ടല്ലോ അതിലിടാൻ വേണ്ടി ഒരു പ്രത്യേക പൂ പറിച്ചുകൊണ്ട് വരാനാണ്. അതിനെ തുടർന്ന് നാറു പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇതേ സമയം തന്നെ ആ പ്രിഡേറ്ററിന്റെ ഡ്രോപ്പ് ഷിപ്പ് ഇപ്പം താഴേക്ക് വന്നു. എന്നിട്ട് അതൊരു പ്രിഡേറ്ററിനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചവിടുന്ന് പോവാണ്. അങ്ങനെ താഴേക്ക് ഇറങ്ങിയതിന് ശേഷം പ്രിഡേറ്റർ ആണെങ്കിൽ അതിന് വഴി അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. എപ്പോഴും അദൃശ്യനായിട്ടാണ് അത് നടക്കുന്നത്. ഈ പ്രിഡേറ്റർ എങ്ങനെയാണ് അതിന്റെ ഇരയെ തിരിച്ചറിയുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. അതിനങ്ങനെ കണ്ണൊന്നും കാണത്തില്ല. ജീവനുള്ള ശരീരത്തിലെ ഹീറ്റ് സിഗ്നേച്ചർ വെച്ചിട്ടാണ് അത് അതിന്റെ ഇരയെ തിരിച്ചറിയുന്നത്. ഈ സമയം തന്നെ നാറു ആണെങ്കിൽ അവൾ അമ്മ പറഞ്ഞ പോലെ ആ പൂക്കൾ കളക്ട് ചെയ്യാണ്. ഈ പൂക്കളുടെ പേര് ഓറഞ്ച് ടൊട്സിയ എന്നാണ്. ഈ പൂക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ മുറിവേറ്റ് കിടക്കുന്ന ഒരാൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ബ്ലഡ് മൊത്തം തണുത്തു പോകും കുറച്ച് സമയത്തേക്ക്. അതുകൊണ്ട് വേദന അറിയത്തില്ല. ഇവരെ സംബന്ധിച്ചിട്ട് വേട്ടയ്ക്ക് പോകുന്നതുകൊണ്ട് ഈ സാധനം എപ്പോഴും ആവശ്യമാണ്. അതുകൊണ്ട് ഇവളും ആ പൂക്കൾ ഒരു പൗച്ചിലാക്കിയിട്ട് അവളുടെ കഴുത്തിലും കെട്ടി തൂക്കിയിട്ടാണ് നടക്കാറുള്ളത്. അങ്ങനെ പൂവും കളക്ട് ചെയ്തിട്ട് തിരിച്ചു നടക്കുമ്പോഴാണ് അവളൊരു ബഹളം കേൾക്കുന്നത്. അവളുടെ ടീമിലെ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് അങ്ങോട്ട് ഓടിപ്പോവാണ്. അത് കാണുമ്പം അവൾ ഒരുത്തനെ വിളിച്ചിട്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അതേക്കുമ്പോൾ അവൻ പറയുന്നത്, നമ്മുടെ കൂട്ടത്തിലെ പുഹിയില്ലേ, അവനൊരു സിംഹം പിടിച്ചോണ്ട് പോയി, ഞങ്ങൾ അവനെ കണ്ടെത്താൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ടാബയും ടീമും ഇപ്പൊ പുഹിയെ അന്വേഷിച്ച് കാട് കയറി. എന്നിട്ട് അവരിപ്പം കാട് മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഒരിടത്തെത്തുമ്പോഴാണ് അവരൊരു ശബ്ദം കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ അത് നാറുവാണ്. അവളും അവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ അവളങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ ആ കൂട്ടത്തിൽ ഒരുത്തും ചോദിക്കുന്നത്, അല്ല നീ എന്തിനാണ് ഞങ്ങളുടെ പുറകെ വരുന്നത്, ഞങ്ങൾക്കിപ്പം ഒരു പാചകക്കാരുടെ ആവശ്യമൊന്നുമില്ല, നീ വീട്ടിൽ പോയിരിക്കാൻ നോക്ക് എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ ഈ സമയം ടാബ് അവിടെ നിൽക്കുന്നുണ്ട്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ നമ്മുടെ കൂടെ വന്നോട്ടെ, ഈ കാൽപ്പാടൊക്കെ കണ്ടുപിടിക്കാൻ ഇവൾ ഭയങ്കര മിടുക്കിയാണ്. മാത്രമല്ല നമ്മുടെ ഈ തെരച്ചിലിൽ പുഹിയെ കിട്ടുകയാണെങ്കിൽ ഇവക്ക് അവന് നല്ല രീതിയിൽ മരുന്ന് വെച്ചു കൊടുക്കാനും പറ്റും. അതുകൊണ്ട് ഇവള് നമ്മുടെ കൂടെയുള്ള നല്ലതാണ് എന്നാണ് ടാബ് പറയുന്നത്. ടാബ് പറഞ്ഞതുകൊണ്ട് എല്ലാവരും അത് സമ്മതിച്ചു. ഈ സമയം ടാബ് നാരുവിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് രഹസ്യമായിട്ട് അവളുടെ അടുത്തൊരു കാര്യം പറയാണ്. നീ കണ്ടില്ലേ എല്ലാവരും എങ്ങനെയാണ് നിന്നെ കാണുന്നതെന്ന്, അതുകൊണ്ട് ഈ സിംഹത്തിനെ നീ തന്നെ പിടിക്കണം, നീ അതിനെ പിടിച്ചേ തീരൂ എന്നാണ് അവൻ പറയുന്നത്. അത് ഞാൻ ഏറ്റു എന്ന് അവളും പറഞ്ഞു. ഇതേ സമയം തന്നെ ആ പ്രിഡേറ്റർ ആണെങ്കിൽ കാടിന്റെ മറ്റൊരു ഭാഗത്തിരിക്കുകയാണ്. അതിപ്പോഴും അദൃശ്യം തന്നെയാണ്. ഇപ്പൊ അതിന്റെ അടുത്തേക്ക് ഒരു എലി വന്നു. ആ എലി അവിടെ അതിന്റെ ഇരയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ എലിയുടെ അപ്പുറത്തായിട്ട് ഒരു പാമ്പ് ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് അത് ആ എലിയെ ചാടി പിടിച്ചു. എന്നാൽ അതിനെ എടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് അത് പ്രിഡേറ്ററിന് സെൻസ് ചെയ്യുന്നത്. അതിനെ തുറന്ന് അത് ആ എലിയെ താഴേക്കിട്ടു. എന്നിട്ട് ആ പ്രിഡേറ്ററിന്റെ മേലേക്ക് ചാടുകയാണ്. എന്നാൽ അടുത്ത സെക്കൻഡിൽ പ്രിഡേറ്റർ അതിനെ കത്തി വെച്ചിട്ട് ആ പാമ്പിന്റെ തലയ്ക്കൊരു കുത്തു കൊടുത്തു. അതിനുശേഷം അതിന് മൊത്തം അങ്ങോട്ട് കീറി പൊളിക്കുകയാണ്. ഈ സമയം തന്നെ നാരും കൂട്ടരും കാടിന്റെ വേറൊരു ഭാഗത്താണ്. കുറെ അന്വേഷിച്ച് ഒരു സ്ഥലത്തെത്തുമ്പോൾ അവർ സിംഹത്തിന്റെ കാഷ്ടം കണ്ടു. അത് ഒരുപാടുണ്ടായിരുന്നു. അതിൽ നിന്നും നല്ല വലുപ്പമുള്ളൊരു സിംഹമാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. മാത്രമല്ല ഈ സമയം അവിടെ സെർച്ച് ചെയ്യുമ്പോൾ അവർ തിലകളിൽ ഇങ്ങനെ ചോരയും കാണുന്നുണ്ട്. അത് പുഹിയുടേതാണ് എന്ന കാര്യം നാറുവിന് മനസ്സിലായി. അങ്ങനെ ആ ഒരു ഭാഗത്ത് വീണ്ടും സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അവർ പുഹിയെ കണ്ടെത്തി. അവൻ അവിടെ ഒരു മരത്തിന്റെ ചോട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ അവൻ മരിച്ചിട്ടില്ല. അങ്ങനെ നാരു ഉടനത്തിന് അവന്റെ അടുത്തേക്ക് നിന്നിട്ട് അവന് മരുന്ന് വെച്ചു കൊടുക്കുകയാണ്. ഈ സമയം ബാക്കിയുള്ളവരാണെങ്കിൽ അവനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു സ്ട്രെച്ചറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ മരുന്നൊക്കെ വെച്ച് അവന്റെ മുറിവൊക്കെ സീൽ ചെയ്തതിനു ശേഷം അവൾ ആ ഓറഞ്ച് പൂ എടുത്തിട്ട് അവന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് സമയത്തേക്ക് അവന് നല്ല ആശ്വാസമായിരിക്കും. ഈ സമയം അവൻ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് ക്ലിയർ ആയിട്ട് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ സമയം രാത്രി എല്ലാവരും പുഹിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങാണ്. ടാബ് നാരുവിന്റെ അടുത്ത് പറയുന്നത്, നീ ഇവരുടെ കൂടെ വീട്ടിലേക്ക് പോയിക്കോ, സിംഹത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്നാണ്. അതേക്കുന്ന നാരു പറയുന്നത്, നിക്ക് ടാബേ, ഞാൻ നിന്റെ കൂടെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സിംഹമല്ല പുഹിയെ അറ്റാക്ക് ചെയ്തെന്നാണ്. കാരണം സിംഹമാണ് അവനെ പിടിച്ചതെങ്കിൽ അവനിപ്പോൾ ജീവനോടെ ഇരിക്കത്തില്ലായിരുന്നു. എന്തോ ഒന്ന് സിംഹത്തിന് ഇവിടുന്ന് ഓടിച്ചിട്ടുണ്ട് എന്നാണ് അവൾ പറയുന്നത്. അതേക്കുന്ന ടാബ് പറയുന്നത്, അതെന്തെങ്കിലും ആയിക്കോട്ടെ, ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ടാബ് അവിടെ നടക്കുകയാണ്. എന്നാൽ ഇപ്പോഴും അവർക്ക് ആ സംശയം അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല. അങ്ങനെ നാരുവും കൂട്ടരും പുകയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് നടക്കുകയാണ്. അങ്ങനെ കുറേ നടന്ന് ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് ആ നായ എന്തോ മണം പിടിക്കുന്നത്. അതിനെ തുടർന്ന് നാരുവും നായയുടെ പുറകെ പോയി. ഈ സമയം അവൾ അവിടെ പരിശോധിക്കുമ്പോൾ അവൾ ആ പാമ്പിനെയാണ് കാണുന്നത്. അതിന്റെ തൊലി മൊത്തം ഉരിഞ്ഞിട്ടിട്ടുണ്ട്. മാത്രമല്ല അത് പൂർണ്ണമായിട്ടും ചത്തിട്ടുമില്ല. പിന്നെ അവൾ അവിടെ സെർച്ച് ചെയ്യുമ്പോൾ അവളൊരു വലിയ കാൽപ്പാട് കണ്ടു. മാത്രമല്ല മുകളിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ മരത്തിലായിട്ട് നിറയെ ചോരയാണ്. ഇതൊക്കെ കണ്ട് അവൾ ഒന്നും മനസ്സിലാകാതെ നിൽക്കുമ്പോഴാണ് നീ ഇവിടെ എന്തെടുക്കാന്ന് ചോദിച്ചിട്ട് ബാക്കിയുള്ളവർ അവരുടെ അടുത്തേക്ക് വരുന്നത്. അത് കാണുമ്പോൾ അവൾ ആ കാൽപ്പാട് അവർക്ക് കാണിച്ചു കൊടുത്തു. എന്നാൽ ഈ സമയം അവർ പറയുന്നത് ഇത് കരടിയുടെ കാൽപ്പാടായിരിക്കുന്നതാണ്. അതേക്കുമ്പോൾ
ചിലപ്പോൾ ആയിരിക്കാം നല്ല വലിയൊരു കരടി. പക്ഷെ അത് എന്തിനായിരിക്കും പിൻകാലുകളിൽ നിന്നത്? മാത്രമല്ല, ഈ പാമ്പിനെ നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ ആരാണ് പാമ്പിന്റെ തൊലി ഉരിയുന്നത്? ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് മറ്റെന്തോ ആണെന്നാണ് തോന്നുന്നത് എന്നാണ് അവള് പറയുന്നത്. എന്നാൽ ബാക്കി ആരും തന്നെ അതൊന്നും കാര്യമാക്കുന്നില്ല. അത് മനസ്സിലാവുമ്പോൾ ഇത് നിങ്ങൾ കാര്യമാക്കുന്നില്ലെങ്കിൽ വേണ്ട, എനിക്ക് ഈ കാര്യം എൻ്റെ ചേട്ടനെ അറിയിക്കണം, ഞാൻ അങ്ങോട്ട് പോവാന്നും പറഞ്ഞിട്ട് അവൾ അവിടുന്ന് ഓടി. അത് കാണുമ്പോൾ അവൾക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് വേറൊരുത്തിന് അവളുടെ പുറകെയും പോയി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നാരു ഇപ്പൊ ടാബിന്റെ അടുത്തേക്ക് എത്തി. ഈ സമയം നീ എന്തിനാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നതെന്ന് ടാബ് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് ആ കാൽപ്പാടിനെ കുറിച്ചാണ്. എല്ലാവരും പറയുന്നു അത് കരടിയുടെ കാൽപ്പാടാണെന്ന്. പക്ഷെ ഞാൻ അങ്ങനെ കരുതുന്നില്ല. അത്രയും വലിയൊരു കാൽപ്പാട് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. മാത്രമല്ല, ഒരു തൊലി ഉരിഞ്ഞ് പാമ്പ് അവിടെ കിടക്കുന്നുണ്ട്. ഇതൊന്നും കരടി ചെയ്യത്തില്ല, ഇത് വേറെന്തോ ആണ് എന്നാണ് അവൾ പറയുന്നത്. അതേക്കുന്ന ടാബ് പറയുന്നത് ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഇപ്പം നമ്മൾ വന്നത് സിംഹത്തിനെ പിടിക്കാനാണ്. ആദ്യം അത് ചെയ്യാം, എന്നിട്ട് അതിന്റെ കാര്യം നോക്കാം എന്നാണ് ടാബ് പറയുന്നത്. അങ്ങനെ അവർ 3 പേരും കൂടെ അതിലെങ്ങനെ പതുങ്ങി മുന്നോട്ട് പോവാണ്. പക്ഷെ അവിടെ എവിടെയും ആ സിംഹത്തിനെ കാണുന്നില്ല. ഈ സമയം നാരു പറയുന്നത് നമ്മൾ ഇന്ന് രാത്രി മുഴുവൻ ആ സിംഹത്തിനെ നോക്കി നടന്നാലും നമുക്കതിനെ കിട്ടാൻ പോകുന്നില്ല. നമ്മൾ അതിനിങ്ങോട്ട് ക്ഷണിക്കണം. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ഇറച്ചി സംഘടിപ്പിച്ചിട്ട് ആ മരത്തിന്റെ മുകളിലേക്ക് പോവാം. ഇറച്ചി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സിംഹം വരും. ആ സമയത്ത് നമുക്കതിനെ പിടിക്കാം എന്നാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ് എന്ന കാര്യം ടാബയ്ക്ക് മനസ്സിലായി. ഈ സമയം ടാബ് പറയുന്നത് നീ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്യാം. നിങ്ങൾ ഇറച്ചി സംഘടിപ്പിച്ചിട്ട് ആ മരത്തിന്റെ മുകളിലേക്ക് ഇരിക്കുക. എങ്ങനെയെങ്കിലും ആ സിംഹത്തിനെ ഞാൻ അങ്ങോട്ട് ഓടിച്ചോണ്ട് വരാം. പിന്നെ ഇത് നിന്റെ ഊഴമാണ്. നിന്റെ കത്തമ്മയ്ക്ക് സമയമായിട്ടുണ്ട്. ആ സിംഹം നിന്റെ അടുത്തേക്ക് വരുമ്പോൾ നീ അതിനോടൊരു കാര്യം പറയണം. ഇത്രയും നിനക്ക് പോകാൻ പറ്റൂ, ഇനി അങ്ങോട്ടില്ല, ഇവിടെ നീ തീരാണ് എന്ന് പറഞ്ഞിട്ടേ അതിനെ കൊല്ലാൻ പാടുള്ളൂ എന്നാണ് അവൻ പറയുന്നത്. അവളാണെങ്കിൽ അതിന് തലയാട്ടുകയും ചെയ്തു. അങ്ങനെ അവരിപ്പം ആ ഏരിയയിലൊക്കെ ഇറച്ചി വിതറിയിട്ട് നാരുവും മറ്റവനും കൂടെ ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറി. എന്നിട്ട് അവരവിടെ വെയിറ്റ് ചെയ്യാണ്. ഈ സമയം നാരു ആണെങ്കിൽ അവിടെ ഒരു അമ്പിന് ഇങ്ങനെ മൂർച്ച കൂട്ടുന്നുണ്ട്. അത് കാണുമ്പോൾ മറ്റവന് ചിരിയാണ് വരുന്നത്. അവൻ പറയുന്നത് നീ വിചാരിക്കുന്നത് നിനക്ക് ആ സിംഹത്തിനെ കീഴ്പ്പെടുത്താൻ പറ്റുന്നതാണോ? എന്നാൽ നിന്റെ തോന്നലാണ്. നീ എന്നെങ്കിലും ഒരു സിംഹത്തിന്റെ മുമ്പിലേക്ക് പോയിട്ടുണ്ടോ? അതിന്റെ വായ കണ്ടിട്ടുണ്ടോ? അതിന്റെ വായ്ക്കകത്ത് കത്തികൾ പോലുള്ള പല്ലുകളാണ്. നീ അങ്ങനെ അതിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് നിന്നെ പിച്ച് ചീന്തത്തേ ഉള്ളൂ. അതുകൊണ്ട് മിണ്ടാതെ ഇവിടെ ഇരുന്നോ. സിംഹം വരുമ്പോൾ ഞാനും നിന്റെ ചേട്ടനും കൂടെ അതിനെ പിടിച്ചോളാം എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അവനത് പറഞ്ഞു തീർന്നതും പെട്ടെന്ന് ആ സിംഹം അങ്ങോട്ട് വന്നിട്ട് അവനെ ചാടിപ്പിടിക്കുകയാണ്. അതിനുശേഷം അവനെ താഴേക്ക് കൊണ്ടുപോയിട്ട് അവന്റെ പണി തീർത്തു. ഇതൊക്കെ കണ്ട് നാരു ആണെങ്കിൽ പേടിച്ച് ആ മരത്തിന്റെ മുകളിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ സിംഹം പെട്ടെന്ന് തന്നെ ആ മരത്തിലേക്ക് ചാടിക്കയറി. അതിപ്പം അവളെ പിടിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ ഇങ്ങനെ പുറകിലേക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അവളും ആ സിംഹവും ഒരു കൊമ്പിന്റെ മുകളിലേക്ക് എത്തി. ആ കൊമ്പിനാണെങ്കിൽ തീരെ ബലമില്ല, എപ്പോ വേണമെങ്കിലും അത് ഒടിഞ്ഞു വീഴും. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവിടെ നിന്നും ഒരു ചുവന്ന വെളിച്ചവും കാണുന്നുണ്ട്. അവൾ അങ്ങോട്ടൊന്ന് നോക്കിയതും പെട്ടെന്ന് ആ സിംഹം ഒക്കെ നേരെ ചാടി വീണു. എന്നാൽ അപ്പോഴേക്കും അവളാണെങ്കിൽ ആ കൊമ്പിൽ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ താഴേക്ക് വീണ് തലയിടിച്ച് അവളുടെ ബോധവും പോയി. പിന്നീട് അവൾക്ക് ബോധം വരുമ്പോൾ അവൾ അവളുടെ കുടിലാണ്. അവളുടെ ചേട്ടനാണ് അവളെ കുടിലേക്ക് എത്തിച്ചത്. ഇപ്പൊ അവൾ എഴുന്നേറ്റ് ഉടനെ തന്നെ ചോദിക്കുന്നത് ആ സിംഹത്തിന്റെ കാര്യം എന്തായിന്നാണ്. അതേക്കുമ്പോൾ അവളുടെ അമ്മ പറയുന്നത് ആ സിംഹത്തിനെ തേടി നിന്റെ ചേട്ടൻ പോയിട്ടുണ്ട്, നീ ഇവിടെ റെസ്റ്റ് എടുക്കാൻ നോക്കുന്നതാണ്. അതേക്കുന്ന അവള് പറയുന്നത് സിംഹമല്ല പ്രശ്നം, ഇവിടെ വേറെന്തോ ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ടാബേക്കിന്റെ സഹായം ആവശ്യം വരും. അതുകൊണ്ട് ഞാനും ചേട്ടൻ്റെ അടുത്തേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. അത് കാണുമ്പോൾ അവിടെ കിടക്കാനല്ല നിന്നോട് പറഞ്ഞത്. നിന്റെ ചേട്ടന് നിന്റെ സഹായം ആവശ്യം ഉണ്ടെങ്കിൽ അവൻ നിന്നെ ഒരിക്കലും ഇവിടെ കൊണ്ടുവന്നാക്കത്തില്ലായിരുന്നു. പിന്നെ നിന്റെ വിചാരം ഈ കത്തമ്മ എന്ന് പറയുന്നത് നിനക്ക് വേട്ടയാടാൻ അറിയും എന്ന് തെളിയിക്കലാണെന്നാണോ? എങ്കിൽ നിനക്ക് തെറ്റി. കത്തമ്മ എന്ന് പറയുന്നത് അതിജീവനമാണ്. ആ കാര്യം നീ മനസ്സിലാക്കണം എന്നാണ് അമ്മ പറയുന്നത്. ഈ സമയത്താണ് പുറത്തു നിന്നൊരു ബഹളം കേൾക്കുന്നത്. അവരങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അത് ടാബയായിരുന്നു. അവൻ ആ സിംഹത്തിനെ കൊന്നു. അതിന്റെ തലയോ അർത്ഥോണ്ടാണ് അവന് പങ്കെടു വന്നിരിക്കുന്നത്. അതെല്ലാം കാണുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും സന്തോഷമായി. അവരെല്ലാവരും കൂടെ അവനെ വല്ലാതെ പുകഴ്ത്താണ്. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം അവരവനെ വാർ ചീഫായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന്റെ ആഘോഷമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ടാബ ഇപ്പം നാരുവിന്റെ അടുത്തേക്ക് എത്തി. നമ്മൾ ജയിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് അവന് പങ്കെടുവരുന്നത്. അത് കാണുമ്പോൾ ഇല്ല ടാബെ, നമ്മൾ ജയിച്ചിട്ടില്ല. ഞാൻ കണ്ട ആ കാൽപ്പാടുകളും ആ പാമ്പിനെ തൊലി ഉരിഞ്ഞിട്ടതും ആരാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ആ മരത്തിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് മരങ്ങൾക്കിടയിൽ ഞാനൊരു വെളിച്ചം കണ്ടിരുന്നു. അവിടെ മറ്റെന്തോ ഉണ്ട് ടാബെ. ഞാൻ വിചാരിക്കുന്നത് സത്യമാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അതിനെ പിടിച്ചിരിക്കും എന്നൊക്കെയാണ് അവൾ പറയുന്നത്. എന്നാൽ അവൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ടാബെ പറയുന്നത് ഇല്ല നാരോ, ഇനി അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നിനക്കുണ്ടായ അനുഭവം നിനക്കറിയാലോ. ആ സിംഹത്തിനെ വേട്ടയാടാൻ പോയപ്പോൾ നിന്നെ ഞാനാണ് ഇങ്ങോട്ട് തൂക്കിയെടുത്തോണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഇപ്പം നിനക്ക് വേട്ടയാടാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ആ സിംഹത്തിന്റെ കാര്യത്തിൽ ഞാനല്ലേ ജയിച്ചത്. നീ ശ്രമിച്ചു എന്ന കാര്യം ശരി തന്നെയാണ്, പക്ഷെ അതിനെ കൊന്നത് ഞാനാണ്. അതുകൊണ്ട് നീ ഇനി വേട്ടയ്ക്ക് പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്നും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവാണ്. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അവൾക്ക് വല്ലാത്ത വിഷമമായി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നാര വീട്ടിൽ നിന്ന് ഇറങ്ങി. അവൾ അതിലെങ്ങനെ നടക്കുമ്പോൾ അവളുടെ ഗോത്രത്തിൽ തന്നെയുള്ള വേറെ ചില ആൾക്കാർ അവൾക്കെതിരെ വരുന്നുണ്ട്. പക്ഷെ അവർക്ക് ഫേസ് ചെയ്യാൻ ഇവക്ക് വല്ലാത്തൊരു ചളുപ്പ്. കാരണം തോറ്റു തിന്നാൻ പാടിയിട്ടാണല്ലോ കഴിഞ്ഞ ദിവസം രാത്രി അവൾ എത്തിയത്. എന്നാൽ ഇപ്പം അവൾക്കൊരു വാശി, താൻ ആരാണ് എന്ന് അവൾക്ക് തെളിയിച്ചു കൊടുക്കണം. അതിനുവേണ്ടി അവൾ സെറിയും കൂട്ടി നേരെ കാട് കയറാണ്. അങ്ങനെ കുറെ കലഞ്ഞ് കാട്ടിന്റെ ഒരു ഭാഗത്തെത്തുമ്പോഴാണ് അവൾ ഒരു കാര്യം കാണുന്നത്.
മരത്തിലായിട്ട് ഒരു പച്ച കളറിൽ എന്തോ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അവൾ അത് ചെന്ന് ചെക്ക് ചെയ്യുമ്പം ആ മരത്തിന്റെ അപ്പുറത്തായിട്ട് ഒരു വലിയ കാൽപ്പാടും കാണുന്നുണ്ട്. അത് ആ ജീവിയുടേതാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അവളിപ്പോൾ ഒരു മരക്കഷ്ണം എടുത്തിട്ട് ആ കാൽപ്പാടിന്റെ നീളം അളന്നു നോക്കുകയാണ്. അതിന് നല്ല വലുപ്പമുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ ഒരു മുയലാണെങ്കിൽ അവിടുത്തെ വയലിൽ ഇങ്ങനെ പുല്ല് നിന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ പിടിക്കാൻ വേണ്ടി ഒരു ചെന്നായ അതിന്റെ പുറകിൽ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നുണ്ട്. തക്കം കിട്ടിയ ചെന്നായ ചാടും. മുയലാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എന്നാൽ അടുത്ത സെക്കൻഡിൽ മുയലിന്റെ കാര്യം മനസ്സിലായി. അതിനെ തുടർന്ന് അത് അവിടുന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ ചെന്നായ വിടോ, ചെന്നായും മുയലിനെ പിടിക്കാൻ വേണ്ടി അതിന്റെ പുറകെ തന്നെ ഓടുകയാണ്. എന്നാൽ ഈ ഒരു കാര്യം വാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിഡേറ്റർ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ചെന്നായ ഓടിച്ചെന്നിട്ട് ആ മുയലിനെ പിടിച്ചതും പ്രിഡേറ്റർ വന്നിട്ട് ചെന്നായനെ ഒരൊറ്റയിടിക്ക് തെറിപ്പിച്ച് കളയാണ്. ശക്തരിൽ ശക്തന്മാരെയൊക്കെ തകർക്കുക, അതാണ് ഈ പ്രിഡേറ്റർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ മുയലിനെ പിടിക്കാൻ വന്നപ്പം പ്രിഡേറ്റർ ആ ചെന്നായനെ തട്ടിക്കളഞ്ഞു. എന്നാൽ ചെന്നായ വിടോ, ചെന്നായിക്കാണ്ട് കലിച്ചു വന്നു. അത് ഓടിച്ചെന്നിട്ട് പ്രിഡേറ്ററിന്റെ കാലിലിട്ടൊരു കടി കൊടുത്തു. അങ്ങനെ ചെന്നായും പ്രിഡേറ്ററും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഫൈറ്റിനിടയിൽ ചെന്നായ ഓടി വന്നിട്ട് പ്രിഡേറ്ററിന്റെ മേലേക്ക് ഒരൊറ്റ ചാട്ടം. എന്നാൽ ചാടിയത് മാത്രമേ ആ ചെന്നായിക്ക് ഓർമ്മയുള്ളൂ. അത് ചാടി പ്രിഡേറ്ററിന്റെ അടുത്ത് എത്തിയതും പ്രിഡേറ്റർ ഒറ്റ വീശാണ് അതിന്റെ കത്തി വെച്ചിട്ട്. അതോടുകൂടെ ചെന്നായാണെങ്കിൽ ചത്തുപോകണം. അങ്ങനെ ചെന്നായെ കൊന്ന് താഴെ ഇട്ടിട്ടും പ്രിഡേറ്ററിന്റെ കലി തീർന്നിട്ടില്ല. അത് അതിന്റെ വയറൊക്കെ കീറി പൊളിച്ചിട്ട് നട്ടെല്ലടക്കം ആ ചെന്നായിന്റെ തല ഇങ്ങോട്ട് ഊരിയെടുക്കുകയാണ്. ഈ സമയം തന്നെ മുയലാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ആ കാട്ടിലിരിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് നാരും അങ്ങോട്ട് വന്നിട്ട് അവളുടെ മഴു വെച്ചിട്ട് അതിനെ എറിയുന്നത്. പക്ഷെ അത് കൊള്ളുമ്പോഴേക്കും മുയൽ അവിടെ നിന്ന് ഓടിപ്പോയി. അങ്ങനെ പിന്നെ അവൾ ആ മഴു എടുത്തിട്ട് ആ മുയലിനെ പിടിക്കാൻ പലതവണ ശ്രമിച്ചു. പക്ഷെ അതിനെ കിട്ടുന്നില്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ മഴു എറിയുന്ന സമയത്ത് അത് കൊണ്ടിട്ടില്ലെങ്കിൽ പിന്നെ അവൾ ആ മഴുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അത് എടുക്കണം. അത് കാരണം അവൾക്ക് കുറെ സമയം മിസ്സാവുന്നുണ്ട്. ഇതിനൊരു പോം വഴി അവളിപ്പോൾ കണ്ടെത്തി. അവൾ കുറെ മരത്തിന്റെ തോലൊക്കെ സംഘടിപ്പിച്ചിട്ട് അത് വെച്ചിട്ട് ഒരു കയറുണ്ടാക്കി. എൻ്റെ ആ കയറ് ആ മഴുവിന്റെ തറ്റത്ത് കെട്ടി. എൻ്റെ അത് വെച്ച് അവൾ പ്രാക്ടീസ് ചെയ്യാണ്. ഇനിയിപ്പോൾ ആ മഴു എറിഞ്ഞിട്ട് എവിടെയും കൊള്ളിക്കുകയാണെങ്കിൽ അത് തിരിച്ചെടുക്കാൻ ആ മഴുവിന്റെ അടുത്തേക്ക് അവൾക്ക് പോകണ്ട, ആ കയറ് പിടിച്ച് വലിച്ചാൽ മതി. ഇതാണ് അവൾ ഇപ്പം കണ്ടെത്തിയ ബുദ്ധി. വേറെ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവൾ ആ മുയലിനെ പിടിച്ചു. എന്നിട്ട് അതിനെയും തൂക്കിയെടുത്ത് ഒരു മലയുടെ മുകളിലേക്ക് പോവാണ്. എന്നിട്ട് ഇന്നത്തെ രാത്രി അവൾ ആ മലയുടെ മുകളിലാണ് കഴിഞ്ഞത്. അവിടെ വെച്ചിട്ട് അവൾ ആ മുയലിനെ ചുട്ടു നിന്നു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പം അവൾ പിന്നെയും സെറയും കൂട്ടി അവിടെ നടക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ പ്രിഡേറ്റർ ആണെങ്കിൽ വേറൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. ആ ചെന്നായുടെ തലയുണ്ടല്ലോ, അതിലേക്ക് പ്രിഡേറ്റർ ഒരു സ്പ്രേ അടിച്ചു. അതോടുകൂടെ അതിപ്പോൾ തലയോട്ടിയായിട്ട് മാറി. ഇതാണ് ഈ പ്രിഡേറ്റേഴ്സ് ഉണ്ടാക്കുന്ന ട്രോഫി. പ്രിഡേറ്റർ ഇപ്പോൾ ആ ട്രോഫി എടുത്തിട്ട് അതിന്റെ അരയിലേക്ക് തൂക്കിയിടാണ്. എന്നാൽ ഈ സമയത്താണ് സറയുടെ കൊര അത് കേൾക്കുന്നത്. അത് കേട്ടതും പ്രിഡേറ്റർ ഉടനെ തന്നെ ഇൻവിസിബിൾ ആവുകയും ചെയ്തു. ഈ സമയം തന്നെ നറു ആണെങ്കിൽ സറയും കൂട്ടി എങ്ങോട്ടൊന്നുമില്ലാതെ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ കുറെ നടന്ന് അവൾ ഒരു ഫീൽഡിലെത്തുമ്പോഴാണ് അവൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ആ ഫീൽഡിൽ ഇങ്ങനെ നിറയെ പശുക്കൾ ചത്തു കിടക്കാണ്. അതിന്റെ എല്ലാം തൊലി ഉരിഞ്ഞിട്ടുണ്ട്. അത് കാണുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു. ആ ജീവി എത്രമാത്രം ദുഷ്ടനാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. ഇപ്പൊ അവളൊരു പശുവിന്റെ അടുത്തേക്ക് ചെന്ന് ഇരുന്നിട്ട് അതിന്റെ തലയിലായിട്ടൊരു പൂവ് വെച്ചിട്ട് എന്തോ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോഴാണ് അവൾക്ക് അവിടെ കിടന്നിട്ട് ഒരു ചുരുട്ട് കിട്ടുന്നത്. പക്ഷെ ഇതുപോലൊരു സാധനം അവൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഈ സമയം തന്നെ പ്രിഡേറ്ററും നറു നടന്നുപോയ വഴിയിലേക്ക് എത്തി. അതൊരു മരത്തിന്റെ മുകളിൽ നിന്നും നേരെ താഴേക്ക് ചാടുകയാണ്. എന്നിട്ട് ആ നദിയിലൂടെ നടക്കാൻ തുടങ്ങി. ആ നദിക്കരയിലേക്ക് എത്തുമ്പോൾ നറുവിന്റെയും ആ പട്ടിയുടെയും കാൽപ്പാട് അതിന് കാണാൻ പറ്റുന്നുണ്ട്. അതിപ്പം ആ വഴി അവരെ ഫോളോ ചെയ്യുകയാണ്. ഈ സമയം തന്നെ നറു ആണെങ്കിൽ കാടിന്റെ വേറൊരു ഭാഗത്താണ്. അവൾ അവിടേക്ക് ചെക്ക് ചെയ്യുമ്പോഴാണ് അവിടുത്തെ ഒരു മരത്തിലായിട്ട് എന്തൊക്കെയോ വെട്ടിക്കൂട്ടിയ പാട് കാണുന്നത്. അവളിപ്പോൾ അതെന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി ആ മരത്തിന്റെ അടുത്തേക്ക് നടന്നു. എന്നാൽ അവൾക്ക് തെറ്റിപ്പോയി. അവൾ നടന്ന വഴിയിൽ ചതുപ്പുണ്ടായിരുന്നു. അവളിപ്പോൾ അതിനകത്തേക്ക് വീണു പോയിരിക്കുകയാണ്. ചതുപ്പിൽ വീണ് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നറിയാലോ, അതിൽ നിന്ന് കയറാൻ പറ്റത്തില്ല. ഇങ്ങനെ താഴ്ന്നു പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ആ ചതുപ്പിന്റെ അപ്പുറത്തുള്ള എന്തെങ്കിലും പിടുത്തം കിട്ടണം. അതിനുള്ള ശ്രമങ്ങളാണ് അവളിപ്പോൾ നടത്തുന്നത്. ഈ സമയം തന്നെ പ്രിഡേറ്റർ ആണെങ്കിൽ ആ ഫീൽഡിലേക്ക് എത്തി. അതിപ്പോൾ ആ പശുവിന്റെ അടുത്ത് വന്നിട്ട് അവിടെയൊക്കെ പരിശോധിക്കുകയാണ്. അത് ആദ്യം ചെക്ക് ചെയ്യുന്നത് അവിടെ താഴെ കിടക്കുന്ന ആ ചുരുട്ടുണ്ടല്ലോ, അതാണ്. എന്നിട്ട് അത് ചെക്ക് ചെയ്തതിന് ശേഷം അത് ആ പശുവിന്റെ തലയിൽ നിന്നും അവൾ വെച്ച് ആ പൂ എടുത്തു. എന്നിട്ട് അതൊന്ന് പരിശോധിച്ചു. ഈ സമയവും നറു ആണെങ്കിൽ ആ ചതുപ്പിൽ നിന്ന് കയറാൻ ശ്രമിക്കുകയാണ്. അവളുടെ കയ്യിൽ ഇപ്പോൾ ആ മഴ ഉണ്ടല്ലോ, അവൾ അത് വെച്ചിട്ട് അപ്പുറത്തെ മരത്തിലേക്ക് എറിഞ്ഞു. പക്ഷെ അത് കൊള്ളുന്നില്ല. അങ്ങനെ 2-3 തവണ അവൾ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ട് അതിൽ പിടിക്കുന്നില്ല. അവളാണെങ്കിൽ ഇങ്ങനെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഒന്നുകൂടെ എറിഞ്ഞു കഴിഞ്ഞപ്പം ആ മഴ അപ്പുറത്ത് ഇങ്ങനെ തങ്ങിയെന്നു. ഇപ്പൊ അവൾക്ക് അതിൽ പിടിച്ചു കയറാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവൾ ആ ചതുപ്പിൽ നിന്ന് വെളിയിലേക്ക് കയറി. അതിനുശേഷം കുളിച്ച് വൃത്തിയായി അവളുടെ ആയുധങ്ങളൊക്കെ ക്ലീൻ ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും സറി അവളുടെ അടുത്തേക്ക് എത്തി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇപ്പൊ ഒരു മലയുടെ മുകളിലേക്ക് കയറാണ്. അവരങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് താഴെയായിട്ട് അവരൊരു കാഴ്ച കാണുന്നത്. അതൊരു ഭീമൻ കരടി അതിന് ഇരയെ പിടിക്കുന്നതാണ്. അവൾ ആ കരടിയെ തന്നെ നോക്കി അവിടെ ഇരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് കരടിക്ക് അവരുടെ മണം കിട്ടുന്നത്. അതിനെ തുടർന്ന് അതിപ്പോൾ അവർക്ക് നേരെ തിരിഞ്ഞു. അത് അവരെ അറ്റാക്ക് ചെയ്യാനാണ് വരുന്നതെന്ന് മനസ്സിലായപ്പോൾ നറു പെട്ടെന്ന് അവിടെ അമ്പ് കയ്യിലെടുത്തു. എന്നാൽ ആ അമ്പ് ചെയ്യുമ്പോഴേക്കും അത് പൊട്ടിപ്പോയി. ഇപ്പൊ അവൾ ആ അമ്പ് റെഡിയാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ സമയം കരടിയാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ ഓടി വന്നിട്ട് അവരിയ്ക്കുന്ന മലയുടെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ കരടി ഇപ്പൊ നാറുവിന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ ഈ സമയത്താണ് അതിന്റെ ഇടയിൽ കൂടെ സറി അവിടുന്ന് ഓടിപ്പോകുന്നത്. സറി അവിടുന്ന് പോയത് കാണുമ്പോൾ കരടിയും അതിന്റെ പുറകെ പോയി. അങ്ങനെ അവള് വേഗം താഴേക്ക് ഇറങ്ങി.
എന്നാൽ ഈ സമയത്താണ് അങ്ങോട്ട് ഓടിപ്പോയ സറി തിരിച്ചോടി വരുന്നത്. അതിന്റെ പുറകിൽ ആ കരടി ഉണ്ടായിരുന്നു. ഇപ്പൊ കരടി അവളെ കാണുമ്പോൾ അവളുടെ പുറകെ വരാൻ തുടങ്ങി. അത് കണ്ടതും അവളും അവിടുന്ന് ഓടുകയാണ്. അങ്ങനെ കുറെ ഓടി അവൾ ആ നദിയിലേക്ക് ചാടി. എന്റെ അതിലേ നീന്തി അവിടെ കുറെ മരങ്ങൾ കൂടി കിടക്കുന്നുണ്ട്. അതിന്റെ ഇടയിലേക്ക് അവൾ കയറിയിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും കരടിയും അങ്ങോട്ട് എത്തി. പക്ഷെ കരടിക്ക് അതിനുള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല. കുറെ നേരം ട്രൈ ചെയ്തിട്ട് അത് പറ്റാത്തോണ്ട് അത് തിരിച്ചു നടക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് പ്രിഡേറ്റർ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ പ്രിഡേറ്റർ ഇപ്പം കരടിയുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ആ ഫൈറ്റിനിടയിൽ പ്രിഡേറ്റർ ഒറ്റയടിക്ക് തന്നെ ആ കരടിയെ താഴേക്കിട്ടു. എന്നിട്ട് അതിനെ ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ്. എന്നാൽ കരടിയെ പൊക്കിയെടുത്തു കഴിഞ്ഞപ്പം അതിന്റെ ചോര മൊത്തം പ്രിഡേറ്ററിന്റെ ദേഹത്തേക്കായി. ഈ സമയം അതിന്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇപ്പോഴാണ് ആ ജീവി യഥാർത്ഥത്തിൽ എന്താണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നത്. അവൾക്ക് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. അടുത്ത സെക്കൻഡിൽ അവൾ ആ വെള്ളത്തിലേക്ക് ചാടി. എന്നാൽ അവൾ അവിടുന്ന് പോയത് കാണുമ്പോൾ പ്രിഡേറ്റർ അവളുടെ പുറകെ ചെന്നു. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും അവൾ ആ നദിയിൽ ഒഴുക്കിൽ പെട്ടു. അതുവഴി അവൾ വേറെ അങ്ങോട്ട് ഒഴുകി പോവാണ്. അങ്ങനെ കുറെ ദൂരം ഒഴുകി അവൾ ഏതൊരു കരയിലേക്ക് കയറി. ഇപ്പൊ അവൾ നോക്കുമ്പോൾ അവിടെ എങ്ങും ആ ജീവിയെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ വേഗം അവിടെ നടക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് അവളുടെ ടീമിലുള്ള 2-3 ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. എന്നാൽ ആ കൂട്ടത്തിൽ അവളുടെ ചേട്ടനില്ല. ചേട്ടൻ എവിടെയെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ നിന്നെ അന്വേഷിച്ച് മലയുടെ മറ്റേ ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്, നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വാ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഈ സമയം നാറു ആണെങ്കിൽ അവൾ കണ്ട മുഴുവൻ കാര്യങ്ങളും അമ്മമാരുടെ അടുത്ത് പറഞ്ഞു. പക്ഷെ അമ്മമാരതൊന്നും വിശ്വസിക്കുന്നില്ല. നീ മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നാൽ മതി എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അവളാണെങ്കിൽ പോകാൻ കൂട്ടാക്കുന്നുമില്ല. അത് കാണുമ്പോൾ അമ്മമാരെല്ലാവരും കൂടെ ബലം പ്രയോഗിച്ചിട്ട് അവളെ പിടിച്ചു. എന്നിട്ട് അവളൊരു മരത്തിന്റെ സൈഡിലേക്ക് ഇരുത്തുകയാണ്. എന്നാൽ അവളെ അങ്ങോട്ട് ഇരുത്തി കഴിയുമ്പോഴാണ് ആ ശബ്ദം കേൾക്കുന്നത്. അത് പ്രിഡേറ്ററിന്റെ ശബ്ദമാണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. എന്നാൽ അമ്മമാർ ആദ്യമായിട്ടാണ് ആ ശബ്ദം കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാ അങ്ങോട്ട് വരുന്നതെന്ന് നോക്കിക്കൊണ്ട് അമ്മമാർ അമ്പ് കയ്യിലെടുത്തു. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് പ്രിഡേറ്റർ മച്ചാന്റെ പൂണ്ട് വിളയാട്ടമാണ്. അങ്ങനെ ആ ജീവി അവളുടെ കൂട്ടത്തിൽ എല്ലാവരും കൊന്നു കാണുമ്പോൾ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് മനസ്സിലായ അവളാണെങ്കിൽ അവിടെ ഓടാൻ തുടങ്ങി. അങ്ങനെ കുറെ ഓടി അവൾ ഒരു വയലിലേക്ക് എത്തി. എന്നാൽ ഈ സമയം അവളുടെ കൂട്ടത്തിൽ ഒരുത്തൻ അവിടെ പതുങ്ങിയിരിക്കുന്നുണ്ട്. അവൻ അവളെ പിടിച്ചിട്ട് അവിടെ താഴ്ന്നിരിക്കുകയാണ്. അതിനുശേഷം അവൻ അമ്പെടുത്തിട്ട് ആ പ്രിഡേറ്ററിനെ എയിം ചെയ്യുമ്പോഴാണ് പ്രിഡേറ്റർ അവനെ എയിം ചെയ്യുന്നത്. അതിന്റെ ആ ലേസർ ഇപ്പം അവന്റെ മുഖത്ത് വന്ന് പതിച്ചു. അത് പ്രിഡേറ്ററിൻ്റെതാണ് എന്ന കാര്യം നേരത്തെ തന്നെ നാറുവിന് അറിയാം. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്ന പണിയാണെന്നും പറഞ്ഞിട്ട് അവൻ അവളെയും വിളിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. ഇപ്പൊ അവളാണ് മുന്നിലോടുന്നത്. എന്നാൽ ഈ സമയം പ്രിഡേറ്റർ അവരുടെ പുറകെ ഓടാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ പ്രിഡേറ്റർ അവനെ അങ്ങോട്ട് കൊന്നു കളഞ്ഞു. അതിനുശേഷം അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവൾ ആ വയലിൽ നിന്നോടി നേരെ കാട്ടിലേക്കാണ് കയറുന്നത്. എന്നാൽ കാട്ടിലേക്ക് കയറിയതും അവളുടെ കാലൊരു കെണിയിൽ കുടുങ്ങി. അതോടുകൂടെ അവൾ താഴേക്ക് വീണു. അവൾ എത്ര ശ്രമിച്ചിട്ടും ആ കെണി ഊരിയെടുക്കാൻ പറ്റുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും പ്രിഡേറ്റർ അവളുടെ അടുത്തേക്ക് എത്തി. അതിപ്പം ആ കെണിയിലുള്ള ചങ്ങല ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ്. എന്നിട്ട് അതൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം ആ ചങ്ങല അവിടെ ഇട്ടിട്ട് അത് തിരിച്ചു പോവുകയും ചെയ്തു. ഇതെല്ലാം അവളും ശ്രദ്ധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് തന്നെ ഒന്നും ചെയ്യാഞ്ഞത് എന്ന കാര്യമൊക്കെ മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് ആ കെണി വെച്ച ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. അത് കുറെ ഫ്രഞ്ച് വേട്ടക്കാരാണ്. അതിലൊരുത്തൻ ആ ചുരുട്ടും വലിക്കുന്നുണ്ട്. അങ്ങനെ അവന്മാർ വന്ന ഉടനെ തന്നെ അവരുടെ കയ്യിലുള്ള തോക്ക് വെച്ചിട്ട് അവൾ അടിച്ച് ബോധം കെടുത്താണ്. പിന്നീട് അവൾക്ക് ബോധം വരുമ്പോൾ അവൾ ആ ഫ്രഞ്ചുകാരുടെ സ്ഥലത്താണ്. അവളൊരു കൂട്ടിലാക്കിയിട്ടാണ് അമ്മമാർ വെച്ചിരിക്കുന്നത്. അവളെ നോക്കുമ്പോൾ കുറേയേറെ ഫ്രഞ്ചുകാർ അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മമാരുടെ കയ്യിൽ അവളുടെ പട്ടിയുണ്ട്. ഈ സമയത്താണ് അവൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൾ അടിച്ചു വീഴ്ത്തിയൊരുത്തനുണ്ടല്ലോ, അവൻ പൊതച്ചിരിക്കുന്നത് ഒരു കരടിയുടെ തോലാണ്. അതിൽ നിന്നും ആ പശുക്കളെ കൊന്നത് ആ പ്രിഡേറ്റർ അല്ല, അത് യവന്മാരാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. ഈ സമയത്താണ് അവൾക്ക് ബോധം വന്നത് അവന്മാരും കാണുന്നത്. അവന്മാരുടെ കൂട്ടത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരുത്തനുണ്ട്. അവനിപ്പോൾ അങ്ങോട്ട് വന്നിട്ട് അവളോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് ആ പ്രിഡേറ്ററിനെ കുറിച്ചിട്ട്. അതിനെക്കുറിച്ച് നിനക്ക് എന്താണ് അറിയുന്നത് എന്നാണ് അയാളുടെ ചോദ്യം. എന്നാൽ നാറു ആണെങ്കിൽ ഒന്നും പറയുന്നില്ല. അവളൊന്നും പറയാത്ത കാണുമ്പോൾ അവരിപ്പോൾ വേറൊരു കാര്യം ചെയ്യാണ്. അവിടെ ഒരു കൂട്ടിലായിട്ട് അവളെ ബ്രദറിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവരവനെ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ആ കരടിത്തോല് ധരിച്ചവൻ അവനെ വല്ലാണ്ട് ടോർച്ചർ ചെയ്യാണ്. ഇതൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ് അവൾ. അങ്ങനെ നേരം വെളുക്കാറാവുമ്പോൾ ആ ഫ്രഞ്ചുകാരെല്ലാവരും കൂടെ നാറുവിനെ അവളുടെ ബ്രദറിനെ തൂണിൽ കെട്ടി ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. ഇത് മറ്റൊന്നിനുമല്ല, ഇവരെ പ്രിഡേറ്ററിന് ഒരു ഇരയായിട്ട് ഇട്ടിട്ട് ആ പ്രിഡേറ്റർ അങ്ങോട്ട് വരുമ്പോൾ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ആ ഫ്രഞ്ചുകാരിൽ കുറച്ച് ആൾക്കാർ പ്രിഡേറ്റർ അങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് കുറച്ച് അപ്പുറത്തായിട്ട് ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നുണ്ട്. അതിൽ 2 പേര് ഇപ്പോൾ അവിടെ കിടന്നുകൊണ്ട് നാറുവിനെയും ടാബയെയുമാണ് ശ്രദ്ധിക്കുന്നത്. അവർക്ക് പുറകിലായിട്ട് ബാക്കി എല്ലാവരും കുതിരപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്താണ് എന്തൊരു ശബ്ദം കേൾക്കുന്നത്. അമര് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാഴ്ച അമര് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ കുതിരപ്പുറത്തുണ്ടായിരുന്നവരൊക്കെ ചത്തു കിടക്കാണ്. കുതിരകളാണെങ്കിൽ അവിടെ ഓടിപ്പോവുകയും ചെയ്തു. അത് കണ്ടതും അതിലൊരുത്തൻ തോക്കെടുത്തു. ഈ സമയത്താണ് പ്രിഡേറ്ററിന്റെ വരവ്. പിന്നീട് കാണിക്കുന്നത് അതിലൊരുത്തൻ അങ്ങോട്ട് ഓടി വരുന്നതാണ്. അവനങ്ങോട്ട് ഓടി വരുന്നത് നാറും ടാബയും കാണുന്നുണ്ട്. അവർക്ക് ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. എന്നാൽ അവനങ്ങോട്ട് ഓടി വന്ന് അവരെ പാസ് ചെയ്തു പോയതും പ്രിഡേറ്റർ ഒരു സ്പിയർ വെച്ചിട്ട് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്.
അതിങ്ങനെ വളരെ വേഗത്തിൽ വന്നിട്ട് അയാളുടെ പുറത്തുകൂടെ തുളച്ചു കയറി അവിടുത്തെ മരത്തിൽ തറച്ചു. ഇതും കൂടെ കാണുമ്പോൾ ടാബ് പറയുന്നത് അപ്പൊ നമ്മളാണ് അതിന്റെ അടുത്ത് ഇരാന്നാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ നാരു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല ടാബേ, അങ്ങനെയല്ല അത് വേട്ടയാടുന്നത്. നേരത്തെ ഞാനൊരു കെണിയിൽ കുടുങ്ങിയപ്പം അതെന്റെ തൊട്ടടുത്ത് വരെ വന്നതാണ്. പക്ഷെ എന്നെ ഒന്നും ചെയ്യാതെ തിരിച്ചുപോയി. അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, അതിന് ഭീഷണി അല്ലാത്തതിനൊന്നിനെയും അതൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് ഇപ്പം അത് നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നാണ് അവള് പറയുന്നത്. അങ്ങനെ പ്രിഡേറ്റർ ഇപ്പം ബാക്കിയുള്ളവരെ അന്വേഷിച്ച് നടക്കുകയാണ്. അതിനിടയിലാണ് പ്രിഡേറ്ററിന്റെ കാലൊരു കെണിയിൽ കുടുങ്ങുന്നത്. അങ്ങനെ അതിപ്പോ കെണിയിൽ കുടുങ്ങിയതും അവിടെ ഒളിച്ചിരുന്ന ഫ്രഞ്ചുകാർ മൊത്തം ചാടി എഴുന്നേറ്റു. എന്നിട്ട് അവരെല്ലാവരും കൂടെ പ്രിഡേറ്ററിന് ഒരു വലയിട്ട് പിടിക്കുകയാണ്. അപ്പൊ അതിനെ കിട്ടിയത് കൊണ്ട് തന്നെ എല്ലാവർക്കും ശരിക്കും സന്തോഷമായി. എന്നാൽ ആ സന്തോഷം സെക്കൻഡുകൾ നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത സെക്കൻഡില് പ്രിഡേറ്റർ അതിന്റെ ഒരുത്തന്റെ തലയിലേക്ക് ആ വാള് കുത്തിയിറക്കാണ്. അതിനുശേഷം ഒറ്റ ചാട്ടത്തിന് അവിടെ നിന്ന് എഴുന്നേറ്റു. പിന്നീട് നടക്കുന്നത് ഒരു ഗംഭീര ഫൈറ്റാണ്. കുറെ എണ്ണത്തിനൊക്കെ പ്രിഡേറ്റർ അപ്പം തന്നെ കൊന്നു കളഞ്ഞു. എന്നാൽ അതിനിടയിലാണ് ആ ഫ്രഞ്ചുകാരെല്ലാം കൂടെ കൂട്ടത്തോടെ വന്നിട്ട് അതിന് നേരെ ഷൂട്ട് ചെയ്യുന്നത്. അത് കണ്ടതും പ്രിഡേറ്റർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കയ്യിൽ ബോംബ് ഓണാക്കി. ഈ സമയം നാറും ടാബയും അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇതുവരെയായിട്ടും അവരുടെ കയറ് പൊട്ടിച്ചിട്ടില്ല. അതിനിടയിലാണ് അവിടെ കിടക്കുന്ന ഒരു കെണി അവൾ കാണുന്നത്. അവൾ ആ കെണി എടുത്തിട്ട് അത് വെച്ച് ആ കയറ് പൊട്ടിക്കുകയാണ്. ഏറ്റവും വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേക്കുകയും ചെയ്തു. ഈ സമയം ഫ്രഞ്ചുകാരാണെങ്കിൽ പ്രിഡേറ്റർ നേരെ ഫയർ ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രിഡേറ്റർ ആണെങ്കിൽ ഇപ്പൊ അവിടെയുള്ള മരത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ ചാടി ചാടി പോവാണ്. അത് കാരണം ഫ്രഞ്ചുകാർ വിചാരിച്ചിരിക്കുന്നത് പ്രിഡേറ്റർ പേടിച്ചോടിയതാണെന്നാണ്. എന്നാൽ പ്രിഡേറ്റർ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് അവരൊരു ശബ്ദം കേൾക്കുന്നത്. അവർ നോക്കുമ്പോൾ അത് പ്രിഡേറ്ററിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ബോംബാണ്. പക്ഷെ അത് ബോംബാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. അവർ പതുക്കെ അതിന്റെ അടുത്തേക്ക് ചെന്നു. ഈ സമയത്താണ് അതിൽ നിന്നും 3 സാധനങ്ങൾ പൊങ്ങി വരുന്നത്. അത് കണ്ടപ്പോൾ അത് പണിയാണ് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ ഇനി അടുത്തായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ആ ബോംബ് പൊട്ടിത്തെറിച്ചു. ഈ സമയം നാറു ആണെങ്കിൽ ആ ഫ്രഞ്ചുകാരുടെ ക്യാമ്പിലേക്കാണ് പോകുന്നത്, അവളുടെ സെറീനെ വീണ്ടെടുക്കാൻ. അവളുടെ ബ്രദർ പോയിരിക്കുന്നത് ഒരു കുതിരേനെ സംഘടിപ്പിക്കാനാണ്. അങ്ങനെ അവൾ ഉടനെ തന്നെ ആ ഫ്രഞ്ചുകാരുടെ ക്യാമ്പിലേക്ക് എത്തി. എന്നാൽ ഈ സമയം അവൾ നോക്കുമ്പോൾ ഒരുത്തൻ അവളുടെ പട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത്. അത് കണ്ടതും നാറു വേഗം അവന്റെ അടുത്തേക്ക് ഓടി. പിന്നീട് കാണിക്കുന്നത് നാറുവിന്റെ ഒരു കിടിലം ഫൈറ്റാണ്. അങ്ങനെ അവന്മാരെ എല്ലാത്തിനും ഇടിച്ചിട്ടതിന് ശേഷം അവളിപ്പോൾ സെറിയെ അവിടുന്ന് മോചിപ്പിച്ചു. എന്നിട്ട് ടാബയെ കണ്ടുപിടിക്കാൻ വേണ്ടി സെറിയെ അവിടുന്ന് പറഞ്ഞുവിടാണ്. അങ്ങനെ അവനെ അവിടുന്ന് പറഞ്ഞുവിട്ടതിന് ശേഷം അവൾ അവളുടെ മുറിവിലൊക്കെ മരുന്ന് വെക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആ ഫ്രഞ്ചുകാരൻ അങ്ങോട്ട് വരുന്നത്. അവൻ ഇതുവരെയായിട്ടും മരിച്ചിട്ടില്ല, പക്ഷെ അവൻ്റെ ഒരു കാല് കട്ടായിട്ടുണ്ട്. ഇപ്പൊ അവൻ അവളുടെ അടുത്ത് പറയുന്നത്, നിന്റെ കയ്യിൽ മുറിവിന് വെക്കാനുള്ള മരുന്നില്ലേ, നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഈ തോക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം എന്നാണ് അയാൾ പറയുന്നത്. അയാൾ അത് പറയുമ്പോൾ അവളാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യം എങ്ങനെയാണ് തോക്ക് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം അയാൾ പാക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിനെ തുടർന്ന് അവളിപ്പോൾ അയാൾക്ക് മരുന്ന് കൊടുക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഓറഞ്ച് പൂ ഉണ്ടല്ലോ, അതെടുത്ത് അവൾ അയാളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. എന്നാൽ അത് കഴിച്ചു കഴിയുമ്പോൾ അയാളുടെ ശരീരം മൊത്തം വല്ലാണ്ട് തണുക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആ പ്രിഡേറ്റർ വരുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും നാറു അപ്പുറത്തേക്ക് മറിഞ്ഞിരുന്നു. ഇപ്പൊ അവൾ അവിടുന്ന് പോയത് കാണുമ്പോൾ ആ ഫ്രഞ്ചുകാരനാണെങ്കിൽ അവിടുന്ന് ഇഴഞ്ഞിഴഞ്ഞ് മുന്നോട്ട് പോകാൻ തുടങ്ങി. ഈ സമയത്താണ് പ്രിഡേറ്റർ അവന്റെ മുന്നിൽ വരുന്നത്. വന്ന ഉടനെ തന്നെ പ്രിഡേറ്റർ അവിടെ സ്കാൻ ചെയ്യാൻ തുടങ്ങി. എന്നാൽ അതിന്റെ തൊട്ട മുന്നിൽ കിടന്നിട്ടും പ്രിഡേറ്റർ അതിനെ കാണുന്നില്ല. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഹീറ്റ് സിഗ്നേച്ചർ വെച്ചിട്ടാണ് ഈ പ്രിഡേറ്റർ ആളെ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പൊ അയാളുടെ ശരീരത്തിലെ ബ്ലഡ് എല്ലാം തണുത്തിരിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് പ്രിഡേറ്ററിന് അവനെ കാണാൻ പറ്റാത്തത്. ഇതെല്ലാം നാറുവും ശ്രദ്ധിക്കുന്നുണ്ട്. ആ പൂവ് കഴിച്ചത് കൊണ്ടാണ് പ്രിഡേറ്ററിന് അയാളെ കാണാൻ പറ്റാഞ്ഞത് എന്ന കാര്യം അവൾക്കും മനസ്സിലായി. അങ്ങനെ അവിടെ ആരെയും കാണാൻ പറ്റാത്തതുകൊണ്ട് പ്രിഡേറ്റർ അവിടെ നടക്കാൻ തുടങ്ങി. എന്നാൽ നടക്കുന്ന സമയത്ത് അതറിയാതെ ആ ഫ്രഞ്ചുകാരന്റെ കാലിലൊന്ന് ചവിട്ടി. അതോടുകൂടെ അയാൾ ഉറക്കി അങ്ങോട്ട് നിലവിളിച്ചു. ആ നിലവിളി ശബ്ദം കേട്ടതും പ്രിഡേറ്റർ ആണെങ്കിൽ ഉടനെ തന്നെ ആ ഫ്രഞ്ചുകാരനെ കൊന്നുകളയാണ്. എന്നാൽ ഈ സമയത്താണ് സെറി അങ്ങോട്ട് ഓടി വരുന്നത്. ആ ശബ്ദം കേട്ടതും പ്രിഡേറ്റർ അവന്റെ ഗൺ എയിം ചെയ്തു. എന്നാൽ പ്രിഡേറ്റർ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ടാബ് അങ്ങോട്ട് വരുന്നത്, ഒരു കുതിരപ്പുറത്ത്. വന്ന ഉടനെ തന്നെ അവൻ പ്രിഡേറ്ററിന്റെ തലക്കിട്ട് ഒരു അടി കൊടുക്കുകയാണ്. അതോടുകൂടെ അവന്റെ തലയിൽ നിന്നും ആ ഹെൽമെറ്റ് തെറിച്ചുപോയി. ആ ഹെൽമെറ്റിലാണ് ഇവന്റെ ഗൺ എയിം ചെയ്യുന്ന സാധനം ഇരിക്കുന്നത്. അതിപ്പോ എയിം ചെയ്തിരിക്കുന്നത് ഒരു മരത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ സമയം പ്രിഡേറ്റർ സെറീനെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ സാധനം തെറിച്ച് നേരെ കറങ്ങി തിരിഞ്ഞ ആ മരത്തിലാണ് ചെന്ന് കൊള്ളുന്നത്. ആ മരത്തിന്റെ തൊട്ട പുറകിലായിരുന്നു നാറു നിന്നിരുന്നത്. അടുത്ത സെക്കൻഡിൽ അവൾ അവിടുന്ന് മാറുകയും ചെയ്തു.
ഇപ്പൊ പ്രിഡേറ്ററിന് ഉന്നം പിഴച്ചതുകൊണ്ട് അതിങ്ങനെ ഉച്ചത്തിൽ അലറുകയാണ്. അങ്ങനെ പ്രിഡേറ്റർ പിന്നെയും ചെന്നിട്ട് ആ ഹെൽമെറ്റ് എടുത്തു. എന്നാൽ ഈ സമയത്താണ് ടാബെ വീണ്ടും അങ്ങോട്ട് വരുന്നത്. അവൻ ആ കുതിരപ്പുറത്ത് വന്നിട്ട് ഒറ്റ ചാട്ടത്തിന് പ്രിഡേറ്ററിന്റെ ദേഹത്തേക്ക് ഒരു കമ്പി കുത്തിയിറക്കുകയാണ്. അതിനെ തുടർന്ന് ടാബയും പ്രിഡേറ്ററും തമ്മിലുള്ള ഒരു കിടിലൻ ഫൈറ്റാണ് കാണിക്കുന്നത്. എന്നാൽ അവനെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാവുമ്പോൾ പ്രിഡേറ്റർ പെട്ടെന്ന് ഇൻവിസിബിൾ ആയി. അത് കാണുന്ന ടാബയ്ക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വന്നു. ഈ സമയം നാരു അവന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അവര് രണ്ടുപേരും കൂടെ ഇപ്പൊ പ്രിഡേറ്ററിനെ അവിടേക്ക് സെർച്ച് ചെയ്യാണ്. എന്നാൽ എവിടെയും അതിനെ കാണുന്നില്ല, സൗണ്ടും കേൾക്കുന്നില്ല. ഈ സമയം നാരു അവന്റെ അടുത്ത് പറയുന്നത് ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാന്നാണ്. എന്നാൽ അവളത് പറഞ്ഞു കഴിയുമ്പോൾ അവൻ അവിടെ നിന്ന് സ്റ്റക്കായി. ഈ സമയം പ്രിഡേറ്റർ അവന്റെ പുറകിൽ നിൽക്കുന്നുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ അവളുടെ അടുത്തൊരു കാര്യം പറയാണ്. നീ രക്ഷപ്പെടാൻ നോക്കുന്നാരോ, അവനൊരു ഭീഷണിയായിട്ട് കണ്ടിരിക്കുന്നത് എന്നെയാണ്. അതുകൊണ്ട് അവന്റെ അടുത്ത ഇര അത് ഞാനാണ്. എനിക്ക് ഇത്രയും പോകാൻ പറ്റത്തുള്ളൂ നാരോ, ഇവിടെ ഞാൻ തീരാണ്. പക്ഷെ നീ തളരരുത്, ഇവന്റെ തലയെടുക്കാതെ നീ ഒരിക്കലും തിരിച്ചു പോകരുത് എന്നാണ് അവൻ പറയുന്നത്. അവൻ അത്രയും പറഞ്ഞു തീർന്നതും പ്രിഡേറ്റർ അതിന്റെ ബ്ലേഡ് വെച്ചിട്ട് അവനിങ്ങനെ തൂക്കിയെടുക്കുകയാണ്. എന്നിട്ട് അവനെ താഴേക്കിടുകയും ചെയ്തു. അങ്ങനെ അവനെ താഴേക്കിട്ടതിന് ശേഷം പ്രിഡേറ്റർ അടുത്തായിട്ട് പോകുന്നത് നാരുവിന്റെ അടുത്തേക്കാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അവൾക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്നാൽ പ്രിഡേറ്റർ അവളെ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ടാബെ പെട്ടെന്ന് വന്നിട്ട് അവന്റെ കാലിനൊരു കുത്തു കൊടുത്തു. ടാബെ ഇതുവരെയായിട്ട് മരിച്ചിട്ടില്ല. അത് കണ്ടതും പ്രിഡേറ്റർ ആണെങ്കിൽ അതിന്റെ കയ്യിലെ കമ്പി വെച്ചിട്ട് പിന്നെയും ടാബേനെ കുത്തുകയാണ്. അങ്ങനെ ടാബേനെ കൊന്നതിന് ശേഷം പിന്നീട് അത് നാരുവിനെ നോക്കുമ്പോൾ അവളെ കാണുന്നില്ല. അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ സമയം വൈകുന്നേരമായി. നാരു ഇപ്പം കുറച്ച് ദൂരേക്ക് മാറി അവിടെ പുഴയുടെ തീരത്തിരിക്കുകയാണ്. ചേട്ടൻ മരിച്ചതിൽ അവൾക്ക് വല്ലാത്ത സങ്കടമുണ്ട്. ഈ സമയത്താണ് അവളൊരു കാര്യം കാണുന്നത്. അത് നേരത്തെ അവളുടെ ചേട്ടനെ ഉപദ്രവിച്ച ഒരു ഫ്രഞ്ചുകാരനുണ്ടല്ലോ, അവളെ ഇടിച്ചു വീഴ്ത്തിയ അയാളിപ്പം ആ പുഴയുടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അത് കണ്ടതും അവൾ തോക്കെടുത്തു. എന്നാൽ അയാൾ അങ്ങനെ അങ്ങോട്ട് കൊല്ലണ്ട എന്നാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ സമയം രാത്രി. ആ ഫ്രഞ്ചുകാരനിപ്പം ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അയാളുടെ കാലറ്റ് പോയിട്ടുണ്ട്. ഈ സമയം എലികൾ വന്നിട്ട് അയാളുടെ കാല് തിന്നാൻ തുടങ്ങി. അതോടുകൂടെ അയാൾ ഞെട്ടി എഴുന്നേക്കും ചെയ്തു. എന്നാൽ ഈ സമയം അയാൾ നോക്കുമ്പോൾ അയാളുടെ മുന്നിലായിട്ട് നാറു ഇരിക്കുന്നുണ്ട്. അവളിപ്പോൾ അവളുടെ കയ്യിലുള്ള ആ പൂവെടുത്ത് കഴിച്ചു. എന്നിട്ട് അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്റെ സഹോദരനെ ഉപദ്രവിച്ചില്ലേ, എന്നെ ഉപദ്രവിച്ചില്ലേ, ഇതിന്റെ കാരണം ഞാനൊരു വേട്ടക്കാരിയല്ല എന്ന് നീ വിചാരിച്ചതുകൊണ്ടല്ലേ. എന്നാൽ നിന്റെ ആ വിചാരം തെറ്റാണ്. ഇനി ഞാൻ നിന്നെ കൊല്ലാൻ പോവാണ്. പക്ഷെ ഞാൻ നിന്നെ കൊല്ലുന്നത് നീ ഒരിക്കലും കാണത്തില്ല. അങ്ങനെ നിന്നെ കൊന്നതിന് ശേഷം ഞാൻ അതിനെയും കൊല്ലും, പക്ഷെ അതും അത് കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അയാളുടെ മുന്നിലേക്ക് ചെന്നു. ഈ സമയം അയാൾ തോക്കെടുത്തിട്ടുണ്ട്, പക്ഷെ അത് പൊട്ടുന്നില്ല. അങ്ങനെ അവളിപ്പം അയാളുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പ്രിഡേറ്റർ അവളുടെ പുറകിൽ വരുന്നത്. എന്നാൽ അവൾ ആ പൂ കഴിച്ചല്ലോ, അതുകൊണ്ട് തന്നെ പ്രിഡേറ്റർ അവളെ കാണുന്നില്ല. അതിപ്പോൾ കാണുന്നത് ആ ഫ്രഞ്ചുകാരനെയാണ്. അങ്ങനെ പ്രിഡേറ്റർ വേഗം ചെന്നിട്ട് അയാളെ കൊന്നുകളയാണ്. അങ്ങനെ പ്രിഡേറ്റർ അയാളുടെ പണി തീർത്ത് കഴിയുമ്പോൾ അയാളുടെ പുറകിലായിട്ട് നാരു നിൽക്കുന്നുണ്ട്. അവൾ തോക്കെടുത്തിട്ട് അവന്റെ തലയ്ക്ക് ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ അവന്റെ ഹെൽമെറ്റ് തെറിച്ചു വീണു. അത് തെറിച്ചു വീണതും അവളാണെങ്കിൽ ആ ഹെൽമെറ്റ് എടുത്തുകൊണ്ട് അവിടെ ഓടി. അങ്ങനെ പ്രിഡേറ്റർ ഇപ്പോൾ അവളെയും തെരഞ്ഞ് കാടിന്റെ വേറൊരു ഭാഗത്തേക്ക് എത്തി. ഈ സമയം നാരു ആണെങ്കിൽ അവിടെ ഒരു മരത്തിന് മുകളിൽ ഇരിക്കുന്നുണ്ട്. പ്രിഡേറ്റർ അങ്ങോട്ട് വന്നു കാണുമ്പോൾ അവൾ പെട്ടെന്ന് ആ മരത്തിന്റെ മുകളിൽ നിന്നും അവന് മേലേക്ക് ചാടി. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഫൈറ്റിനിടയിൽ അവൾ അതിന്റെ ഒരു കൈ വെട്ടി കളയുന്നുണ്ട്. മാത്രമല്ല ആ മഴുവിലെ കയർ അവന്റെ കഴുത്തിലിങ്ങനെ ചുറ്റി അവൾ അപ്പുറത്തേക്ക് ഒരു ചാട്ടം ചാടി. എന്നിട്ട് ആ കയറ് പിടിച്ചു വലിച്ചിട്ട് അവനെ താഴെയുള്ള ചതുപ്പിലേക്ക് ഇടാണ്. അതോടുകൂടെ അവൻ ആ ചതുപ്പിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്തു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ പൊങ്ങി വന്നു. അതിനെ തുടർന്ന് അവൻ അവന്റെ തോക്കെടുക്കുകയാണ്. ഇത് തന്നെയായിരുന്നു അവളും പ്രതീക്ഷിച്ചിരുന്നത്. ഈ സമയം അവൾ ആ ഡയലോഗ് അവന്റെ അടുത്ത് പറയാണ്, ഇത്രയും നിനക്ക് വരാൻ പറ്റത്തുള്ളൂ മോനെ, ഇവിടെ നീ തീരാണ്. അവൾ അത് പറഞ്ഞു കഴിഞ്ഞതും പ്രിഡേറ്റർ ആ ഗൺ ഓണാക്കി. എന്നാൽ അവന്റെ മാസ്കിനാണല്ലോ ആ എയിം ചെയ്യുന്ന സാധനം ഇരിക്കുന്നത്. അത് അവൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവന്റെ തൊട്ടപ്പുറത്താണ്. അത് എയിം ചെയ്തിരിക്കുന്നതോ അവന്റെ തലയ്ക്ക് നേരെ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ വെടി പൊട്ടിച്ചു. അതിനെ തുടർന്ന് ആ സാധനം കറങ്ങി തിരിഞ്ഞിട്ട് അവന്റെ തലയിലേക്ക് തുളച്ചു കയറാണ്. അതോടുകൂടെ അവന്റെ പണി തീരുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആ പ്രിഡേറ്ററിന്റെ തലയെ അറുത്തെടുത്തുകൊണ്ടാണ് അവൾ അവളുടെ വീട്ടിലേക്ക് പോകുന്നത്. അവൾ അങ്ങോട്ട് വരുന്നത് നോക്കിക്കൊണ്ട് എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അവൾ ആ ജീവിയെ കൊന്നു കണ്ട് എല്ലാവർക്കും ശരിക്കും സന്തോഷമായി. ഇനിയിപ്പം അവളാണ് അവരുടെ പുതിയ വാർ ചീഫ്. ഈ സമയം അവൾ എല്ലാവരുടെ അടുത്തും പറയുന്നത്, ഇനി നമ്മൾ ഇവിടെ നിന്ന് ശരിയാവത്തില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണമെന്നാണ്. അത് കേൾക്കുമ്പോൾ എല്ലാവരും അതിന് സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് അവളെ വാർ ചീഫ് ആക്കിയതിന് ശേഷമുള്ള അവരുടെ ആഘോഷമാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.